ഞാൻ നിൽക്കുന്ന യത്തം ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങിന് ഒരുക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുൻപ് പതാക ഉയർത്തൽ നടക്കും. അല്പസമയത്തിനകം പതാക ഉയർത്തും. പ്രധാന വേദിയിൽ നിന്ന് അനുജ രാജേഷ് വിവരങ്ങൾ നൽകും. അനുജ, ഈ പറയുന്ന പതാക ഉയർത്തൽ ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുക്കേണ്ട നിയമസഭാ സ്പീക്കർ, അതുപോലെ മന്ത്രി പി രാജീവ്, മറ്റ് ജനപ്രതിനിധികളൊക്കെ വേദിയിലെത്തിയിട്ടുണ്ടോ? എപ്പോഴായിരിക്കും ചടങ്ങുകൾ തുടങ്ങുക? അനുജ. ചടങ്ങ് അല്പസമയത്തിനകം തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനൂപ് ജേക്കബ്, അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് MP ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പി രാജീവ്, ഒപ്പം തന്നെ സ്പീക്കർ എൻ ഷംസീർ എന്നിവർ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. അതോടെയാകും ഔദ്യോഗികമായി ചടങ്ങിന് തുടക്കമാവുക. അത്തം പതാക ഉയർത്തൽ, അതിനുശേഷം അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം, പിന്നീട് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയ്ക്കൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. അത് കൃത്യമായ ക്രമമുണ്ട്. ഓരോ നിശ്ചല ദൃശ്യവും അതുപോലെ തന്നെ ഓരോ നാടൻ കലാരൂപവും ഏതൊക്കെ ക്രമത്തിലാണ് നിൽക്കേണ്ടത് എന്ന് ആ ക്രമം പാലിച്ചുകൊണ്ട് ഇവരെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഇനി ആ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നഗരം ചുറ്റിയുള്ള ഘോഷയാത്ര ആരംഭിക്കുമെന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് രാജഭരണകാലത്ത് തുടങ്ങിയ ഒന്നാണ്. അന്ന് രാജാവ് തന്റെ പ്രജകളെ കാണാൻ വേണ്ടി സർവാഭരണ വിഭൂഷിതനായി സർവ്വസൈന്യ സമേതനായി ഒക്കെ എത്തുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷെ പിന്നീട് അത് ഇല്ലാതെയാകുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതോടെ രാജഭരണം അവസാനിച്ചു. 1949 ഈ പരിപാടി ഔദ്യോഗികമായി നിർത്തലാക്കുന്നു. എന്നാൽ ഇത് തുടർന്ന് പോകണം മറ്റൊരു രൂപത്തിൽ എന്നത് അന്നത്തെ പൗരസമിതി തീരുമാനിക്കുകയും അതാണ് പിന്നീട് നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരു ഔദ്യോഗിക സാംസ്കാരികോത്സവമായി ഓണവിളംബര ആഘോഷമായി തന്നെ മാറിയത്. അത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഈ വർഷവും വിപുലമായി തന്നെ നടക്കുന്നു. രാജവീഥികളെ പുളകം കൊള്ളിക്കുന്ന ഒരു ഘോഷയാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. രാജവീഥി എന്നാണ് നമ്മൾ തൃപ്പൂണിത്തുറയുടെ നഗരവീഥികളെ ആലങ്കാരികമായി വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ അത് രാജവീഥിയൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലെങ്കിൽ പോലും അത് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ആ തരത്തിലേക്ക് ഒട്ടേറെ നിശ്ചല ദൃശ്യങ്ങളും നാടൻ കലാരൂപങ്ങളും, ഏതാണ്ട് ആകെ 59 ഇനങ്ങളാണ് ആകെ ഇന്നിപ്പോൾ ഈ നഗരവീഥികളിൽ നിറയാൻ പോകുന്നത്. പല ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടും നഗരവും ഒക്കെ ഉണർന്നു കഴിഞ്ഞു. ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്ന് നഗരം ചുറ്റി ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇതേ അത്തം നഗറിലേക്ക്, അതായത് തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തും. ഈ ഹൈസ്കൂൾ ഞാൻ നിൽക്കുന്നത് മെയിൻ സ്റ്റേജിന് തൊട്ട് മുന്നിലാണ്. ഈ ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറേ ഭാഗത്തെ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റാൻഡ്, സ്റ്റാച്യു ജംഗ്ഷൻ, കിഴക്കേക്കോട്ട ജംഗ്ഷൻ, SM ജംഗ്ഷൻ, വടക്കേക്കോട്ട, പൂർണ്ണത്രയീശ ക്ഷേത്രം, സ്റ്റാച്യു ജംഗ്ഷൻ വഴി ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചെത്തും എന്നതാണ്. കൂടാതെ ചില മത്സരങ്ങളൊക്കെ രാവിലെ 10 മണി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത്തപ്പൂക്കള മത്സരം അത് ഇവിടെ അടുത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അത് പൊതുജനങ്ങൾക്ക് വൈകിട്ട് മുതൽ കാണാനുള്ള അവസരമുണ്ടാകും. കൂടാതെ ഈ അത്തം ഗ്രൗണ്ടിൽ മറ്റു ചില എക്സിബിഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഗുണ കേവ്, അതുപോലെ തന്നെ റോബോട്ടിക് അനിമേ ഷോ, അങ്ങനെയൊക്കെയുള്ളത് കാണികളെ വിസ്മയിപ്പിക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് ഇന്ന് 7 മണി മുതൽ 4 മണി വരെ തൃപ്പൂണിത്തുറയിൽ കർശനമായ ഗതാഗത നിയന്ത്രണമുണ്ട്. കാരണം ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൂടെയൊന്നും വാഹന ഗതാഗതം സാധ്യമല്ല എന്നുള്ളത് കൊണ്ട്. കൂടാതെ ഇവിടെ പ്രാദേശിക അവധിയാണ്. നഗരസഭാ പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമൊക്കെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പരിപാടി ഔദ്യോഗികമായി തുടങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുണ്ട്. കൂടാതെ പഞ്ചവാദ്യ മേളം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി AN ഷംസീറും P രാജീവും അവർ അല്പസമയത്തിനകം തന്നെ എത്തുന്നതോടെ പരിപാടിക്ക് ഔദ്യോഗിക തുടക്കമാകും. അങ്ങനെ നമ്മുടെ നാട് ഓണാഘോഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ ഇപ്പോൾ അത്തം 10 പൊന്നോണം, അത്തച്ചമയം കെങ്കേമം എന്നാണ് പറയുന്നത്. അങ്ങനെ കെങ്കേമമായി അത്തച്ചമയ ഘോഷയാത്ര നടക്കാൻ പോകുന്നു. പക്ഷെ മഴ ഒരാശങ്കയായിരിക്കുന്നു. വിജയകുമാർ, ഇവിടെ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് വെളുപ്പിനൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇടയ്ക്ക് മഴ പെയ്യും, തോരും, വെയിൽ വരും, അങ്ങനെയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മഴ. അത് തോരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഘോഷയാത്രയെ ബാധിക്കുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. എന്തായാലും അതങ്ങനെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിപുലമായ അത്തച്ചമയ ഘോഷയാത്ര കഴിഞ്ഞ വർഷമുണ്ടായി. അതിനു മുൻപ് പലതവണയും അത് നടക്കാതെ പോയിട്ടുണ്ട്. ദുരന്തങ്ങളും പേമാരിയും ഒക്കെ കൊണ്ട്. പക്ഷേ ഇത്തവണ അത് അങ്ങനെ അല്ലാതെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നു. ഒപ്പം തന്നെ നമ്മൾ വയനാട് ജനതയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ തൃപ്പൂണിത്തുറയിൽ നിന്നും തത്സമയം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിച്ചു. അപ്പോൾ ഏറ്റവും
സമുചിതമായ ഒരു ആഘോഷമാണ് ഇത്തവണ ഉണ്ടാവുക. ഈ മൊണ്ടക്കൈ ചുരൽമല പ്രദേശത്തുണ്ടായ ദുരന്തം കാരണം ഓണാഘോഷ പരിപാടികൾക്ക് നിറവ് കുറവാണെങ്കിലും ഇന്ന് തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ പരിപാടികൾക്ക് പൊലിമയുണ്ട്. അവിടെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങുകയാണ്. മഴ ഇതിൻ്റെ ശോഭ കെടുത്തുമോ എന്ന കാര്യം സംശയമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിൻ്റെ ഈ ഘോഷയാത്ര ഉടൻ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രവിത ലക്ഷ്മി കൂടി നമുക്കൊപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുകയാണ്. പ്രവിത ലക്ഷ്മി, ഞാനിങ്ങ് സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ സന്തോഷം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. എനിക്ക് പിന്നിൽ കാണുന്ന വർണ്ണശബളമായ ഈ കാഴ്ച തന്നെ നോക്കൂ, എന്ത് ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ അത്തച്ചമയത്തിന്റെ ഭാഗമാകാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ കലാകാരന്മാരാണ് ഇവർ. നമ്മുടെ കേരളത്തിന്റെ തനത് കലാരൂപം എന്നതിനപ്പുറം ഭാഗമായി നടക്കുന്ന ഘോഷയാത്ര ആരംഭിക്കാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. സ്പീക്കർ എൻ ഷംസീർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അത്തമ്പത്തിന് പൊന്നോണം 10ാം നാൾ ഓണത്തിൻ്റെ വിളംബരം അറിയിക്കുന്ന അത്തദിനാഘോഷ പരിപാടികളാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നും നടക്കുന്നത്. തൃപ്പൂണിത്തുറ വലിയ ഒരുക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗികമായി എൻ ഷംസീർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓണത്തെ വരവേൽക്കാനുള്ള അത്താഘോഷമാണിപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നത്. നല്ല ആൾക്കൂട്ടമുണ്ട്. രാവിലെ ആളൊഴിഞ്ഞ റോഡുകളും വിജനവീഥികളും രാജവീഥികളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ജനക്കൂട്ടമുണ്ട്. അതോടൊപ്പം തന്നെ അകമ്പടിയായി നേരിയ മഴയും വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പോലെ വളരെ വിപുലമായ ഒരു അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളായി